ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈ ലേണിംഗ്. ഇറ്റ്സ് മീ അനസുദ്ദീൻ സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. യെസ്, ഇവിടെ നോക്കട്ടെ, നമുക്കാണെങ്കിൽ നാളെ ഒരു എക്സാമിന് പ്രത്യേകത ഉണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് പേപ്പേഴ്സ് തന്നെയാണ്. സോ രണ്ടും മിസ്സാക്കല്. സോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ മോഡൽ എക്സാമിന് ഒരു 55 മുതൽ 57 വരെ മാർക്ക് അഥവാ A+ നേരിടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും ഈ ഒരു വീഡിയോ മിസ്സാക്കല്. എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക കേട്ടോ. ഇവിടെ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഡാഷ് ആർ ദി ടെമ്പററി സ്റ്റോറേജ് എലമെന്റ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് CPU. CPU ഫംഗ്ഷനെ ആണെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് എലമെന്റ് എന്താണ്? രജിസ്റ്റർ അല്ലേ? രജിസ്റ്റർ എന്ന് പറയും, രജിസ്റ്റർ എന്ന് വിളിക്കാം. ഓക്കെ, രജിസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് the priority that is C++ to give the operators for the execution is called. നമ്മുടെ ഈ പറഞ്ഞ C++ എക്സിക്യൂഷനിലാണെങ്കിൽ ആ ഓപ്പറേറ്റേഴ്സിന്റെ പ്രയോറിറ്റി വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇതിനെ വിളിക്കുന്ന പേര് എന്തുവാടാ? പ്രസിഡൻസ് അല്ലേ? പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഇതൊക്കെ എന്തുവാണ്? ന്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നെക്സ്റ്റ് എടുത്ത് നോക്കാടാ. ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പിന്റെ എക്സാമ്പിൾ ഏതൊക്കെയുണ്ടാ? എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ഫോറും വൈലും ആണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പിന്റെ എക്സാമ്പിൾസ്. ഒരിക്കലും മിസ്സാക്കല്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. നെയിം എനി സെർച്ച് എഞ്ചിൻ എക്സ്. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 2 മാർക്ക് 3 മാർക്ക് എല്ലാ സെക്ഷൻ നമ്മൾ ഷെഫിൾ ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഷെഫിൾ ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പൊ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് 5 മാർക്ക് എല്ലാ സെക്ഷൻസ് വൈസ് ആയിട്ട് വരുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ മിസ്സാക്കല്. നോക്കാം. നെയിം എനി സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾസ് ആയിക്കോട്ടെ. ഗൂഗിൾ ഇല്ലേ? ഗൂഗിൾ അറിയാം. ദെൻ ഗൂഗിൾ അറിയാം. പിന്നെ എന്താണ്? യാഹു, ബിങ്, ആസ്ക്. ഇതൊക്കെ എന്തുവാണ്? എക്സാമ്പിൾസ് ഓഫ് സെർച്ച് എഞ്ചിൻ ആണ് കേട്ടോ. ഇത് നമുക്ക് വേണേൽ കാറ്റഗറീസ് ഒക്കെ ചോദിക്കാം, 2 മാർക്കിന് എടുത്ത് ചോദിക്കാം. അപ്പൊ അങ്ങനെ ഈ 1 മാർക്കിന് വെച്ച ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ 2 മാർക്കിന് വേറെ രീതിയിൽ ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് അത് മിസ്സാക്കല്ലേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് മാത്രമേ അങ്ങോട്ട് കറങ്ങി തിരികെ അങ്ങോട്ടും ഇങ്ങോട്ടും വരത്തുള്ളൂ. അല്ല വേറെ ലെവൽ ക്വസ്റ്റ്യൻസും വരത്തില്ല. ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചുകൊണ്ട് പോയിക്കോളൂ കേട്ടോ. യെസ്, നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഈച്ച് എക്സ്പ്രഷൻ. ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 7b ബേസ് 16 എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക? എക്സ് ബേസ് 10 കൺവേർട്ട് ചെയ്യുക. 566 ബേസ് 10 എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക? എക്സ് ബേസ് 8 കൺവേർട്ട് ചെയ്യുക. വളരെ സിമ്പിൾ അല്ലേടാ മക്കളെ. എന്ത് ചെയ്യുക? എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പൊ 7b ബേസ് 10 അഥവാ ഹെക്സാഡെസിമൽ ടു ഡെസിമൽ എന്ന് പറയുമ്പോൾ ഏതൊരു നമ്പറിനെയും ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എവിടെ നിന്നാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ ബേസിന്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 7b ബേസ് 16 എന്ന് പറയുകയാണെങ്കിൽ 16ന്റെ പവർ എത്രയാണ്? 16 16 ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 7 into 60 പ്ലസ് ബിയുടെ വാല്യൂ എത്രയാണ്? 11 ആണ്. 11 into 16 എത്രയാടാ? 1. ഓക്കെ, അപ്പൊ 16:1 എന്ന് പറഞ്ഞാൽ 16 തന്നെയാണ്. 16 into 7 എത്രയാണ്? 7 6 42, 1 7 7 7 4 12 അല്ലേ? അപ്പൊ 122 പ്ലസ് 11 എത്രയാടാ? 1 2 3 ഓക്കെ 1. അപ്പൊ 133 ബേസ് 10 വരും. 133 ബേസ് 10 വരും. 546 ബേസ് 10 എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം? ബേസ് 7 കൺവേർട്ട് ചെയ്യാം കേട്ടോ. ബേസ് 7 കൺവേർട്ട് ചെയ്യാം. 546 ബേസ് 10 കേട്ടോ. 546 ബേസ് 10 അഥവാ ഡെസിമൽ ടു ഒക്ടൽ ആകുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു നമ്പർ അഥവാ ഡെസിമൽ ടു ഒക്ടൽ. ഡി ഫോർ ഡിവിഷൻ. ഫസ്റ്റ് ഡി ആണ്. ഡി ഫോർ ഡിവിഷൻ മെത്തേഡ്. ഡി കൊണ്ട് ഡിവൈഡ്, അതായത് സോറി എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 8 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡ് അല്ലേ? അപ്പൊ നമുക്ക് 546 8 വെച്ച് ഡിവൈഡ് ചെയ്യും. ജസ്റ്റ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക കേട്ടോ. വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുകയാണ് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ 546 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, യെസ്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ല, സമയത്തിന്റെ പരിമിതി കൊണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ കേട്ടോ. യെസ്, 546 ഡിവൈഡ് ബൈ 8 ഓക്കെ എത്രയാടാ? നമുക്കാണെങ്കിൽ 1 8 8 2 16 3 24 32 5 8 40 6 58 7 56 6 8 48 അല്ലേ? യെസ്, 54 മൈനസ് 48 എത്രടാ? 48ഉം 6 വലിയ 48ഉം 6 വലിയ 54 അല്ലയോ? അല്ലയോടെ? ജസ്റ്റ് 6 അല്ലേ? എത്രയുടെ 7 8 എന്നാണ്? 8 8 64 അല്ലേ? 8 8 64. അപ്പൊ എന്തായിരിക്കടാ? 60. അപ്പൊ ആൻസർ എന്നാണ് 68 വന്ന്. റിമൈൻഡർ എത്ര വന്നടാ? റിമൈൻഡർ എത്ര വന്നു? 64 മൈനസ് 4 എത്ര? 2. റിമൈൻഡർ 2 വന്നില്ലേ? ദെൻ ഒരു 8 8 64. 8 മൈനസ് 4 4. അപ്പൊ 8 ആൻസർ വന്നു. റിമൈൻഡർ എത്രയുടെ? 4 വന്നു. ഓക്കെ, 1 8 8
ഒരു 8 റിമൈൻഡർ 0 അല്ലേ. അപ്പൊ എന്ത് വരികട താഴെ നിന്ന് മുകളിൽ എന്താണ് 1 2 1 0 1 0 1 0 4 2 1 0 4 2 ബേസ് 8 വരും അല്ലേ. 1042 ബേസ് 8 വരും. കുഴപ്പമില്ലല്ലോ. യെസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. ഏതൊക്കെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് കംപ്രഷൻ ടൂൾ. എന്താണ് കംപ്രഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ വലിയ സൈസുള്ള ഫയലിനെ സ്മോൾ സൈസുള്ള ഫയലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് കംപ്രഷൻ ടൂൾസ് അല്ലെ. കംപ്രഷൻ ടൂൾസ്. നെക്സ്റ്റ് വൺ നോക്കാം. ഡിസ്ക് ഡിഫ്രാഗ്മെന്റർ. കൂടെ പഠിച്ചോണ്ട് ഫ്രാഗ്മെന്റർ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. എന്താണ് ഡിസ്ക് ഡിഫ്രാഗ്മെന്റർ എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്കിലുള്ള ഫയൽസിനെ റീഅറേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം ആണെന്ത് ഡിസ്ക് ഡിഫ്രാഗ്മെന്റർ. നെക്സ്റ്റ് അടുത്ത് നോക്കാം എന്താണ് നെക്സ്റ്റ് അടുത്ത പ്രോഗ്രാം നോക്കാം. നെക്സ്റ്റ് ബാക്കപ്പ് സോഫ്റ്റ്വെയർ. ബാക്കപ്പ് സോഫ്റ്റ്വെയർ അല്ലെ. ബാക്കപ്പ് സോഫ്റ്റ്വെയർ. ഓക്കെ, എന്താണ് ബാക്കപ്പ്? ഡിസ്ക് ഇൻഫർമേഷനെ ഡ്യൂപ്ലിക്കേറ്റ് ഫോം എടുക്കുന്നതാണ് ബാക്കപ്പ് സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് എടുത്ത് നോക്കാം ആന്റിവൈറസ് ആണ്. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. ലാഗ് ആവുകയാണെങ്കിൽ സ്പീഡ് കൊടുക്കണം കേട്ടോ. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ലാഗ് ആവുകയാണെങ്കിൽ അഥവാ സ്പീഡിന്റെ ഓപ്ഷൻ യൂട്യൂബിലുണ്ട്, ജസ്റ്റ് ഒന്ന് എടുക്കുക കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം ബ്രീഫ്ലി എക്സ്പ്ലെയിൻ യൂട്യൂബ്, അത് പറഞ്ഞാണ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം എക്സ്പ്ലെയിൻ ഡീബഗിങ്. എന്താണ് ഡീബഗിങ് എന്ന് പറഞ്ഞാൽ? ഡീബഗിങ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് ആൻഡ് എറർ ഈസ് കോൾഡ് ഡീബഗിങ് അല്ലെ. എന്താണ്? നമുക്ക് എററിനെ കണ്ടെത്തി തിരുത്തുന്ന പ്രോസസ് ആണ് ഡീബഗിങ് അല്ലെ. ഡീബഗിങ് എന്ന് പറയാൻ ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് ഇന്റിജർ വേരിയബിൾസ് x = 5 y = 2. റൈറ്റ് ദ റിസൾട്ട് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. x / y 5നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5നെ 2 കൊണ്ട് ഹരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 5 ഇന്റിജർ ആണ്, 2 ഇന്റിജർ ആണ്. രണ്ടും ഇന്റിജേഴ്സ് ആണ്, ഒരിക്കലും ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരുവാണ് 5.0 2.0 ആണെങ്കിൽ ആൻസർ എന്ത് വരും? 2.5 എന്ന് വരും. പക്ഷെ ഇത് ഇവിടെ എന്താണ്? 5ഉം 2ഉം എന്താണ്? ഇന്റിജേഴ്സ് ആണ്. അവിടെ ഇന്റിജർ ഡിവിഷൻ നടക്കത്തുള്ളൂ. സോ എന്ത് വരിക? 2.5 വരെ എന്ത് വരും? 2 വരത്തുള്ളൂ. 0.5 എടുത്ത് റിമൂവ് ചെയ്യും അല്ലേ. അപ്പൊ ആൻസർ എന്ത് വരും? 2 വരും. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ലൈവിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം x > y. x > y എന്ന് പറഞ്ഞാൽ 5 2-നേക്കാളും വലുതാണോ? 5 2-നേക്കാളും വലുതാണ്. അപ്പൊ എന്താണ്? ട്രൂ ആണ്. നെക്സ്റ്റ് x mod y. 5നെ 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ റിമൈൻഡർ എന്ത് വരും? ഈ 2 4, റിമൈൻഡർ എത്ര? 1 വരും അല്ലേ. 1 വരും. നെക്സ്റ്റ് x < y. 5 2-നേക്കാളും ചെറുതാണോ? ചെറുതല്ല, അത് ഫോൾസ് ആണ് അല്ലേ. അപ്പൊ ഇതായിരിക്കും എന്റെ റിസൾട്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും മിസ്സാക്കില്ല കേട്ടോ. നെക്സ്റ്റ് നോക്കാം. എക്സ്പ്ലെയിൻ പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു കമ്പൈലർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്. ആക്ച്വൽ കമ്പൈലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് കമ്പൈലറിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സുകളാണ് പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാഷ് ഡിഫൈൻ. ഓക്കെ, ഹാഷ് ആൻഡ് ഡെഫ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ ഓഫ് പ്രീ പ്രൊസസേഴ്സ് ആണ്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് എടുത്ത് നോക്കാം. യെസ്, റീറൈറ്റ് ദ ഫോളോയിങ് C++ കോഡ് യൂസിങ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് ഇത് റീറൈറ്റ് ചെയ്യുക. സം = 0 for i = 0, i < 5, i++, സം = സം + i, CO സം അല്ലേ. ഇതിനെങ്ങനെ റീറൈറ്റ് ചെയ്യാടാ? നമുക്ക് നോക്കാം. ഒന്നുമില്ല. എന്താണ്? ഐയുടെ വാല്യൂ 1, വൈൽ ഉപയോഗിച്ച് റീറൈറ്റ് ചെയ്യാം. y = 1, വൈലിന്റെ സിന്റാക്സ് നോക്കണം. വൈലിന്റെ സിന്റാക്സ് പഠിച്ചിരിക്കണം, എന്നാലും അത് റീറൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. വൈൽ കണ്ടീഷൻ എന്താണ്? i < 5 അല്ലടാ, i < 5. ക്വസ്റ്റ്യൻ എന്തെങ്കിലും കണ്ടീഷൻ അതേപോലെ എടുക്കുക. നെക്സ്റ്റ് എടുത്ത് നോക്കാം. കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു. സം = സം + i ആണ് ഇവിടുത്തെ ബോഡി ഓഫ് ദി ലൂപ്പ്. ദെൻ ഇൻക്രിമെന്റ് ചെയ്യുന്നതാണ് i++. i = i+1 എന്നോ i++ എന്ത് വേണമെങ്കിലും കൊടുക്കുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് CO സം പരിപാടി. ഓക്കെ, ഇവിടെ സം = 0 കൊടുത്തേക്കും. സം = 0 മോളിൽ കൊടുത്തേക്കും. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പിന്റെ വർക്കിംഗ് എന്താണ്? ഡു വൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് പോയിന്റ് പറയുകയാണ്, ഇതൊരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിന്റെ സിന്റാക്സ് പറയുക. സിന്റാക്സ് എന്തോടെ? സിന്റാക്സ് ഡു അഥവാ ഇവിടെ ഇനിഷ്യലൈസേഷൻ ഉണ്ട്. ഡു ബോഡി ഓഫ് ദി ലൂപ്പ്. ദെൻ അടുത്ത എന്താടാ? അപ്ഡേറ്റ് എന്നാണ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. കേർലി ബ്രേസ് ക്ലോസ് ചെയ്തു. വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ സെമിക്കോളൻ കേട്ടോ. സെമിക്കോളൻ കൊടുക്കുക. ഞാൻ ഫുൾ എഴുതിയിട്ടില്ല. അപ്പൊ ഒരു എക്സാമ്പിൾ കൊടുക്കുക. i = 1,
ഡു, ചെറിയൊരു എക്സാമ്പിൾ, ഡു സി ഔട്ട് ഐ 1 തൊട്ട് എന്തെങ്കിലും ഒരു നമ്പർ പ്രിന്റ് ചെയ്യുന്ന കേട്ടോ. ദെൻ ഐയുടെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്യുന്നു, ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1 ഇൻക്രിമെന്റ് ചെയ്യുന്നു, വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യുന്ന ചെറിയ പ്രോഗ്രാമിന്റെ കോഡ് സെഗ്മെന്റ് ആണ് ഈ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാം പ്രോഗ്രാം ഫുള്ളായിട്ട് റൈറ്റ് വെക്കാനല്ല അവിടെ പറയുന്നത്. എന്താണ്, ജസ്റ്റ് ഒരു കോഡ് സെഗ്മെന്റ് മാത്രം അവിടെ കൊടുത്താൽ മതി, അല്ല ഫുൾ പ്രോഗ്രാം ഫുള്ള് കൊടുക്കേണ്ട കാര്യം അവിടെ ഉണ്ടോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റൗട്ടർ ആൻഡ് ഗേറ്റ്. എന്നാൽ റൗട്ടർ എന്ന് പറഞ്ഞാൽ റൗട്ടർ എന്താണ്, ഗേറ്റ് വേ എന്താണ്? റൗട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൗട്ടർ എന്ന് പറഞ്ഞാൽ സെയിം പ്രോട്ടോകോൾ ഉള്ളതും സെയിം ടൈപ്പുള്ള നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് റൗട്ടർ. ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഉള്ളതും ഡിഫറെന്റ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗേറ്റ് വേ കേട്ടോ. അത് ഓർത്തിരിക്കുക. നെറ്റ്വർക്ക് നെക്സ്റ്റ് ട്രോജൻ ഹോഴ്സ് എന്താണ്? ഹാക്കിംഗ് എന്താണ്? ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഒരു സ്റ്റാൻഡ് അലോൺ മാൽവെയർ ആണ് നമ്മളെ ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ. അത് സ്വന്തമായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒക്കെ ഹാക്കിംഗ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിന്റെ എന്താണ്, ഒരു നെറ്റ്വർക്കിന്റെ നോർമൽ ബിഹേവിയറിനെ മറ്റൊരു ബിഹേവിയറോട് എത്തിക്കുന്നതാണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഹാക്കിംഗ് എത്ര ടൈപ്സ് ഉണ്ട് മക്കളെ? നമുക്ക് 2 ടൈപ്സ് ഉണ്ട്, 3 ടൈപ്സ് ഉണ്ട്. വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ്, ഗ്രേ ഹാറ്റ്. ഓക്കെ, യെസ്, ഓർത്തിരിക്കാലോ. യെസ്. നെക്സ്റ്റ് റൈറ്റ് എനി ഫോർ കോമൺലി യൂസ്ഡ് സോഷ്യൽ മീഡിയക്ക് എക്സാമ്പിൾ. റൈറ്റ് എനി കോമൺലി യൂസ്ഡ് സോഷ്യൽ മീഡിയ. അത് ടൈപ്പ് 2 രീതി റൈറ്റ് ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഇന്റർനെറ്റ് ഫോറം ആണ്, ഇന്റർനെറ്റ് ഫോറം. നെക്സ്റ്റ് വൺ ഈസ് എന്താണ്? സോഷ്യൽ നെറ്റ്വർക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ നെറ്റ്വർക്ക്. ദെൻ എന്താണ്? കമ്മ്യൂണിറ്റി മീഡിയ. ഓക്കെ, നമുക്ക് ഇന്റർനെറ്റ് പറഞ്ഞേക്കുന്നുള്ള കാര്യങ്ങളിലിടാ, ക്വസ്റ്റ്യൻസിലിടാ. അതായത് നമുക്ക് എന്താണ് ടൈപ്സ് ഓഫ് ഇന്റർനെറ്റ്, ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയയിലിടാ. ഇന്റർനെറ്റ് ഫോറം, സോഷ്യൽ ബ്ലോഗ്സ്, ദെൻ മൈക്രോ ബ്ലോഗ്സ്, ദെൻ വിക്കീസ്, സോഷ്യൽ നെറ്റ്വർക്ക് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് റൈറ്റ് ചെയ്ത് വെക്കട്ടോ. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് മക്കളെ, ഈ അഡ്വാൻറ്റേജും പഠിച്ചു വെച്ചേക്ക്. അഡ്വാൻറ്റേജ് ഓഫ് സോഷ്യൽ മീഡിയ മക്കളെ പഠിച്ചു വെച്ചേക്ക്, ജസ്റ്റ് ഒന്ന് മിസ്സാക്കല്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ സൂപ്പർ സിസ്റ്റി പറഞ്ഞിട്ടുണ്ട്. മറ്റേ എന്താണ് മക്കളെ, ഞാൻ ട്രോജൻ ഹോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന മക്കളെ നമ്മുടെ ആണെങ്കിൽ ആക്ച്വലി അതൊരു സ്റ്റാൻഡേർഡ് മാൽവെയർ അല്ല. അതെന്താണ് മക്കളെ? അതെന്താണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഒരു യൂസ്ഫുൾ സോഫ്റ്റ്വെയറിന്റെ കൂടെ അറ്റാച്ച് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, ഒരു പ്രോഗ്രാമാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്താണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്ക് എന്താണ് ട്രിക്ക് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. കാരണം സ്പെഷ്യലി സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ എന്താണ് ഇത് നമ്മുടെ എന്താണ് എൻ്റയർ കമ്പ്യൂട്ടർ ഫയൽസ് ഫുള്ളായിട്ട് ഡിസ്ട്രോയ് ആയി പോകാനുള്ള ചാൻസ് അവിടെ ഉണ്ടാ ട്രോജൻ ഹോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ. യെസ്, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. യെസ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജ് ഓഫ് ഈ ബിസിനസ്. എന്താണ്? ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് എന്താണ് ഓവർകം ചെയ്യുന്നുണ്ട്. ഓപ്പൺ എന്താണ്? എല്ലാ 24/7 ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ട്. ക്വിക്ക് വൈഡ് റേഞ്ച് ഓഫ് ചോയ്സ് എന്നാണ്. നമുക്ക് എന്താണ് വൈഡ് റേഞ്ച് ഓഫ് ചോയ്സ് ക്വിക്കായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ ഏതെങ്കിലും 2 അഡ്വാൻറ്റേജ് ഈ ബിസിനസ് റൈറ്റ് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോയിന്റ് ചെയ്ത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ആസ്കി. എന്താണ് ആസ്കി എന്താണ്? ആസ്കി എന്ന് പറയുന്നത് ആസ്കി എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റലിജൻസ് എന്ന് വിളിക്കും. അതായത് നമുക്ക് എന്താണ് ഒരു ക്യാരക്ടർ എൻകോഡിംഗ് സ്കീമാണ് ആസ്കി എന്ന് പറഞ്ഞാൽ. നമുക്കിത് 7 ബിറ്റിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. 7 ബിറ്റ് ഉണ്ട്, 8 ബിറ്റ് ഉണ്ട്. 7 ബിറ്റ് ആണെങ്കിൽ 128 ക്യാരക്ടേഴ്സ് എൻകോഡ് ചെയ്യുന്നുണ്ട്. ആസ്കി 8 ബിറ്റ് ആണെങ്കിൽ 256 ക്യാരക്ടേഴ്സിന് എൻകോഡ് ചെയ്യുന്നുണ്ട്. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിലുള്ള എല്ലാ ലാംഗ്വേജിനെയും എൻകോഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് 16 ബിറ്റിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് യൂണിക്കോഡ്. ദെൻ യൂണിക്കോഡ് 65,536 ക്യാരക്ടേഴ്സിന് എൻകോഡ് ചെയ്യുന്നുണ്ട് യൂണിക്കോഡ്. നെക്സ്റ്റ് ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റ്. കേട്ടോ. ഫയൽ ഫോർമാറ്റ് എന്ന് വേണേ പറയാം. ഏത്? TIFF ഫുൾ ഫോം ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റ്. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം. കമ്പയർ ഫ്രീവെയർ ഷെയർവെയർ ഡിഫറൻസ്. അതൊന്ന് പഠിച്ചിരിക്കണം കേട്ടോ. ഫ്രീവെയർ ഡിഫറൻസ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഐറ്റം ആണ്. ഓക്കെ, ഫ്രീവെയർ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിൽ ഇന്റർനെറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഷെയർവെയർ ആണെങ്കിൽ അത് നമുക്ക് ബൈ ചെയ്യുന്നതിന് മുന്നേ ട്രൈ ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ഫ്രീവെയർ എന്നാണ് എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണ്. ഷെയർവെയർ എന്താണ്? എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണെങ്കിൽ അത് പൈസ കൊടുത്ത് മേടിക്കണം അല്ലേ. നെക്സ്റ്റ് ഫ്രീവെയർ പ്രോഗ്രാംസ് ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഷെയർവെയർ എന്നാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഓതറൈസ് പെർമിഷൻ വേണം അല്ലേ. ഓക്കെ, ജസ്റ്റ് അതൊന്ന് നോക്കിയേക്കാം. നെക്സ്റ്റ് നോക്കാം. ഫ്ലോ ചാർട്ട് ടു പ്രിന്റ് ദ നമ്പേഴ്സ് ഫ്രം 1 to 100 given below.
ഓക്കെ, ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ തന്നേപ്പോണ്ട്. അവിടെ കുറെ മിസ്സിംഗ് കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫിൽ ദ മിസ്സിംഗ് സ്റ്റേറ്റ്മെന്റ്. മിസ്സിംഗ് സ്റ്റേറ്റ്മെന്റ് എന്തുവാടാ? ഒന്ന് പ്രിന്റ് ചെയ്യുക. മിസ്സിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. മിസ്സിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാ? ഇതിനകത്ത് നോക്കാം n=1 പ്രിന്റ് n. ഓക്കെ, ഇതിനകത്ത് എന്ത് മാത്രമേ ഉള്ളടാ മിസ്സിംഗ് എന്ന് പറയാൻ? ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേപ്പില്ലല്ലോ, ഇല്ല. അപ്പൊ എന്താണ് n=n+1. എന്നിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തേപ്പില്ല, അത് മാത്രം കൊടുത്തില്ല. അപ്പൊ n=n+, സിമ്പൽ എല്ലാം കറക്റ്റ് അല്ലടാ. സിമ്പലൊക്കെ തെറ്റിച്ച് കൊടുക്കട്ടെ. സിമ്പലൊക്കെ തെറ്റിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, അത് പറയുന്നുണ്ട് കേട്ടോ. യെസ്, സിമ്പലൊക്കെ പഠിച്ചു വെച്ചേക്കുക. സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും എലിപ്സ്, ദെൻ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും പാരലോഗ്രാം, ദെൻ പിന്നെ ഈ പറഞ്ഞ നടുക്ക് ഒരു ഈക്വൽറ്റി വരികയാണെങ്കിൽ അത് എന്താ റെക്ടാങ്കിൾ ആയിരിക്കും. നടുക്ക് ഡബിൾ ഈക്വൽറ്റി വരികയാണെങ്കിൽ എന്തായിരിക്കടാ? ഡിസിഷൻ ആയിരിക്കും, ഓർത്തിരിക്കും കേട്ടോ. യെസ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണ്, റീഡ്രോ ദ ഫ്ലോ ചാർട്ട് ടു പ്രിന്റ് 100 to 1. ഇതെന്താണ്? ഇത് 1 to 100 ആണ് പ്രിന്റ് ചെയ്തേക്കുന്നില്ലേ? അപ്പൊ ഇത് 100 to 1 ആകുമ്പോൾ ഇതിനകത്ത് ഡിഫറൻസ് വരുടാ. ഡിഫറൻസ് ഞാൻ മാത്രം പറഞ്ഞുതരാം. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ഡിഫറൻസ് വരും? ഇവിടെ ഇതിന് പകരം ഈ സ്റ്റെപ്പിന് വരുന്നതാണ് n= എന്താവും? n= ഓക്കെ, n= ഇതേ ഫ്ലോ ചാർട്ട് ഇതേ മോഡലിൽ തന്നെ മാറ്റമില്ല. ഇവിടെ നിന്നാണ് സ്റ്റേറ്റ്മെന്റ് മാറ്റി കൊടുക്കുകയാണ്. എന്നിന്റെ വാല്യൂ എന്താണ്? എന്താകും? 100 ആവും. 100 തുടങ്ങും. ഓക്കെ, ഇവിടെ 1 തുടങ്ങി. ഇത് 1 തൊട്ട് 100 വരെയാണ്, അതുകൊണ്ട് 1 തുടങ്ങി. ഇത് 100 നിന്ന് 1 വരെ ആണെങ്കിൽ ധരിക്കട റിവേഴ്സ് ഓർഡർ ആയിരിക്കും. 100, 99, 98, 97 അങ്ങനെ 1 വരെ പ്രിന്റ് ചെയ്യും അല്ലേ? ദെൻ പ്രിന്റ് n, അത് കുഴപ്പമില്ല, അത് ഓക്കെ തന്നെ, അത് കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് n=n+1 ആണോ? അല്ല, അതിന് പകരം എന്താ ഇവിടെ? n=n-1. ഒന്ന് കുറഞ്ഞു പോവല്ലയോ ഇല്ലയോ? എന്നിന്റെ വാല്യൂ ഇപ്പോൾ 100 ആണെങ്കിൽ 100 - 1 എത്രടാ? 99. ഓക്കെ, നെക്സ്റ്റ് n<=100 ആണ് മക്കളെ കണ്ടീഷൻ? അല്ല, n greater than 0. 0-നേക്കാളും 100 തൊട്ട് 1 വരില്ലേ? 0-നേക്കാളും വലുത് ഏതാടാ? 1. അപ്പം 100ന്റെ വാല്യൂ 1 പോലെ ഈസ് n>0 ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. അപ്പൊ ഇതിന് പകരം വരച്ചു വെച്ചേക്കട്ടെ. ഞാൻ ഇതിന് പകരം ഇവിടെ സ്റ്റേറ്റ്മെന്റ് പകരം അത് കൊടുത്തേക്കാം, വേറെ പരിപാടിയൊന്നും കേട്ടോ. യെസ്, അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, ഒരിക്കലും ഇതൊന്നും മിസ്സാക്കല്ലേ. ഓക്കെ സെറ്റല്ലേ? യെസ്, നെക്സ്റ്റ് നോക്കാം. The program written by one person may need to modify by some other person in future. The phases of program with the help for this. Okay, എന്താണ് the phase എന്നാണ് ഈ പറഞ്ഞുള്ള ഹെൽപ്പ് ഓഫ് ദിസ്. ഓക്കെ, നമ്മുടെ ആണെങ്കിൽ ഈ പറഞ്ഞ ഫേസസ് ഓഫ് പ്രോഗ്രാം ഹെൽപ്പ് ഫോർ ഫിഗർ കേട്ടോ. ഫിഗറിന്റെ ബേസിലാണെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ് അപ്പൊ ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് ആക്കടാ. ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് ആക്കിയാണ്. ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് ആക്കിയാണ്. അതുകൊണ്ട് ഇതാണ് അല്ലേ. അപ്പൊ ഈ ഒരു ഫിഗർ ഒന്ന് പഠിച്ചു വെച്ചേക്ക്. എന്തുവാടാ? പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്, പ്രോഗ്രാം കോഡിങ്, ട്രാൻസ്ലേഷൻ, ഡീബഗിങ്, എക്സിക്യൂഷൻ, ടെസ്റ്റിംഗ്, ട്രാൻസ്ലേഷൻ കേട്ടോ. അപ്പൊ ഇത് ഈ ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് ഡീബഗിങ് കഴിഞ്ഞിട്ട് എക്സിക്യൂഷൻ, ദെൻ അടുത്തൊക്കെ ഡോക്യുമെന്റേഷൻ. ഈ ഒരു ഫിഗർ പഠിച്ചു വെച്ചേക്കുക. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യുന്നതല്ല. ഈ ഒരു ഫേസിൽ എന്ന് പറയാൻ നമുക്ക് ഡേറ്റ പ്രോസസ്സിങ്ങിലുള്ള ഡേറ്റ തിരിച്ചറിയുക, എന്നിട്ട് അതിനകത്തുള്ള അതിന്റെ ടൈപ്പ്, ക്വാണ്ടിറ്റി തിരിച്ചറിയുക, അതിന്റെ ആക്ടിവിറ്റീസ്, ഓപ്പറേഷൻസ് തിരിച്ചറിയുക, അതിന്റെ റിസൾട്ട് തിരിച്ചറിയുക. ഈ ഒരു മെത്തഡാണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. എന്താണ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ പിക്ചോറൽ റെപ്രസെന്റേഷൻ ഓഫ് അൽഗോരിതം ഇസ് കോൾഡ് എന്നാണ് ഫ്ലോ ചാർട്ട് ആണ്. നെക്സ്റ്റ് പ്രോഗ്രാം കോഡിംഗ് എന്താണ്? പ്രോഗ്രാം കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത്തരത്തിൽ ആ കോഡിങ്ങിനെ ഹൈ ലെവൽ ലാംഗ്വേജ് റിട്ടേൺ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? സോഴ്സ് കോഡ് അല്ലെ? സോഴ്സ് കോഡ്. ഇത് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവലിൽ കൺവേർട്ട് ചെയ്യുക, അഥവാ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് ട്രാൻസ്ലേഷൻ. എന്താണ് ഡീബഗിംഗ് എന്ന് പറഞ്ഞാൽ? ഡീബഗിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിലുള്ള എറേഴ്സിനെ കണ്ടെത്തി തിരുത്തുന്ന പ്രോസസ് ആണ് ഡീബഗിംഗ്. നെക്സ്റ്റ് വെക്കാം എക്സിക്യൂഷൻ ടെസ്റ്റിംഗ്. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാം എന്താണ് ഇതിനെ റൺ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എക്സിക്യൂഷൻ. അതിനകത്തുള്ള ഔട്ട്പുട്ട് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ടെസ്റ്റിംഗ് എന്ന് കേട്ടോ. നെക്സ്റ്റ് വെക്കാം ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്സ് ഉണ്ട്, ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്. അപ്പൊ സോഴ്സ് കോഡിനുള്ളിൽ കൊടുക്കുന്ന കമന്റ്സിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ. എന്താണ് ഒരു സോഫ്റ്റ്വെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ കൊടുക്കുന്ന യൂസർ മാനുവൽ ആണെന്ത്? എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കുമല്ലോ, ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഒരിക്കലും മിസ്സാക്കല് ഈ കാര്യങ്ങൾ കേട്ടോ. ഒരിക്കലും ഈ കാര്യങ്ങൾ മിസ്സാക്കല് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, ഓക്കെ സെറ്റ് അല്ലേ? യെസ് ഓക്കെ നെക്സ്റ്റ് വെക്കാം ഡിഫൈൻ ഐഡന്റിഫയേഴ്സ്. എന്താണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയാം? റൈറ്റ് എനി 4 റൂൾസ് ടു ബി
ഫോളോഡ് വൈ കൺസ്ട്രക്ടിങ് ആൻഡ് ഐഡന്റിഫയർ. മക്കളെ ഐഡന്റിഫയറിന്റെ റൂൾസ് എന്തൊക്കെയാണ്? എന്താണ് ഐഡന്റിഫയർ? നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്തിനൊക്കെ നമ്മുടെ ഈ മെമ്മറി ലൊക്കേഷൻ, ഫംഗ്ഷൻസ്, ഒബ്ജക്ട്സ്, ക്ലാസസ് അതിന് കൊടുക്കുന്ന യൂസർ ഡിഫൈൻഡ് വേർഡ് ആണെന്ത് ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയർ റൂൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ലെറ്റർ ആൽഫബറ്റ് കൊണ്ടോ അണ്ടർസ്കോർ കൊണ്ടോ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, ഒരിക്കലും എന്താണ് നമ്പർ കൊണ്ടൊന്നും സ്റ്റാർട്ട് ചെയ്യത്തില്ല. പിന്നെ എന്താണ് മക്കളെ ഒരു ഐഡന്റിഫയർ എന്തൊക്കെ മാത്രമേ കാണത്തുള്ളൂ? നമ്പേഴ്സ്, ആൽഫബറ്റ്സ്, അണ്ടർസ്കോർ, ഇതും അല്ലാതെ വേറൊന്നും കാണത്തില്ല. നെക്സ്റ്റ് എന്താ പറയുന്നത്? കീവേഡ്സ് ഒരിക്കലും ഐഡന്റിഫയർ യൂസ് ചെയ്യത്തില്ല. പിന്നെന്താണ് പറയുന്നത്? സ്പെഷ്യൽ സിമ്പിൾസ് അലൗഡ് അല്ല, കേസ് സെൻസിറ്റീവ് ആണ്. അത് റൂൾസ് അവിടെ പറയാം വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾ. എക്സാമ്പിൾ ഒക്കെ എന്ന് പറയുന്നത് കുറച്ച് നല്ലതായിരിക്കും. മാക്സിമം മക്കളെ എക്സാമ്പിൾ ആഡ് ചെയ്യട്ടോ. ഫോർ എക്സാമ്പിൾ ഐഡന്റിഫയർ എന്ന് പറയുമ്പോൾ ഇതെന്താണ്? വാലിഡ് ഐഡന്റിഫയേഴ്സിന് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു കൊടുക്കുക. എന്താണ്? അഡ്മിഷൻ നമ്പർ, ഇതൊരു വാലിഡ് ഐഡന്റിഫയർ ആണ്. ഓക്കെ, ഫസ്റ്റ് ഇതൊരു വാലിഡ് ഐഡന്റിഫയർ. അണ്ടർസ്കോർ സ്റ്റാർട്ട് ചെയ്യുന്നല്ലോ. ഒരു ഇൻവാലിഡ് ഐഡന്റിഫയറിന്റെ ഒരു എക്സാമ്പിൾ കൊടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ 7ST നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് AD എന്താണ്? DD.7 പറ്റുമോ? നമ്പർ പറ്റും, പക്ഷെ ഡോട്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെ ഇൻവാൾവ് എക്സാമ്പിൾ കേട്ടോ. യെസ്, ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് വാട്ട് യു മീൻ ബൈ ഡേറ്റ ടൈപ്പ്. എന്താണ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ? ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേച്ചർ ഓഫ് ഡേറ്റ. എന്താണ് നേച്ചർ ഓഫ് ഡേറ്റ? നമ്മുടെ ആണെങ്കിൽ പ്രോഗ്രാമിൽ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റ എന്താണോ അതിന്റെ നേച്ചറിനെ വിളിക്കുന്ന പേരാണെന്ത്? നേച്ചർ ഓഫ് ഡേറ്റ. നേച്ചർ ഓഫ് ഡേറ്റ വിളിക്കുന്ന പേരാണ് ഡേറ്റ ടൈപ്പ്. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സിലേക്കാണ് ഇന്റ്, അതാണ് ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ് അല്ലെ ഫണ്ടമെന്റൽ. ഓക്കെ, ഇന്റ് ആകുമ്പോൾ സൈസ് 4 ബൈറ്റ്, ക്യാർ ആകുമ്പോൾ സൈസ് 1 ബൈറ്റ്, ഫ്ലോട്ട് ആകുമ്പോൾ സൈസ് 4 ബൈറ്റ്, ദെൻ ഡബിൾ ആകുമ്പോൾ സൈസ് 8 ബൈറ്റ്, വോയിഡ് ആകുമ്പോൾ സൈസ് 0 ബൈറ്റ്. വോയിഡിന്റെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. 0 ബൈറ്റ് മെമ്മറി ലൊക്കേഷനുള്ള ഡേറ്റ ടൈപ്പ് ഏതാണ്? വോയിഡ് തന്നെ കേട്ടോ. അതും ഓർത്തിരിക്കട്ടോ, അത് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ C++ ഏക്കടാ? ആൻഡ്, ഓർ, നോട്ട്. ഓക്കെ, ആൻഡ്, ഓർ, നോട്ട്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ടൈപ്പ് കൺവേർഷൻ. ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു വേരിയബിൾ ടൈപ്പിനെ മറ്റൊരു ടൈപ്പിലോട്ട് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് ടൈപ്പ് കൺവേർഷൻ? എത്ര ടൈപ്സ് ഉണ്ട്? 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇംപ്ലിസിറ്റ്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ടൈപ്പിൽ നിന്ന് ഹയർ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർഷൻ എന്ത്? ഇംപ്ലിസിറ്റ്. ഇതിന്റെ മറ്റൊരു പേരെന്താണ്? ടൈപ്പ് പ്രൊമോഷൻ എന്ന് വിളിക്കും അല്ലെ? ടൈപ്പ് പ്രൊമോഷൻ എന്ന് വിളിക്കാൻ പറ്റും. നെക്സ്റ്റ് അടുത്ത് നോക്കാം. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഡിസൈഡ് ചെയ്യുന്നവരായിരിക്കും പ്രോഗ്രാമർ ആയിരിക്കും. പ്രോഗ്രാമർ ഡിസൈഡ് ചെയ്യും എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ? ഓക്കെ, അതിന്റെ മറ്റൊരു പേര് ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെ? ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് വിളിക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? യെസ് മക്കളെ, you are addressed to network in top computer lab. Name the topology you will choose for this. മക്കളെ, ഏത് ടോപ്പോളജി ആയിരിക്കും നമ്മുടെ ആണെങ്കിൽ കമ്പ്യൂട്ടർ ലാബിന് സ്യൂട്ട് ആയിട്ടുള്ളത്? മക്കളെ, നമ്മുടെ കമ്പ്യൂട്ടർ ലാബിന് സ്യൂട്ട് ആയിട്ടുള്ള ഏതായിരിക്കും? നെറ്റ്വർക്കിന് നമുക്ക് ഏത് യൂസ് ചെയ്യാം? സ്റ്റാർ ടോപ്പോളജി അല്ലേ? സ്റ്റാർ ടോപ്പോളജി യൂസ് ചെയ്യാം. ഓക്കെ, എന്താണ് ഈ സ്റ്റാർ ടോപ്പോളജി? എന്തുകൊണ്ടാണ് സ്റ്റാർ ടോപ്പോളജി യൂസ് ചെയ്യുന്ന കാരണം? എന്തുകൊണ്ടാണ് മക്കളെ സ്റ്റാർ ടോപ്പോളജി യൂസ് ചെയ്യുന്ന കാരണം എന്താണ്? സ്റ്റാർ ടോപ്പോളജി എന്താ മക്കളെ? നടുക്കുന്നതാണ് ഹബ്ബോ അല്ലെങ്കിൽ സ്വിച്ചോ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലേ? ഹബ്ബോ അല്ലെങ്കിൽ സ്വിച്ചോ ആണ് യൂസ് ചെയ്യുന്നത്. സോ എന്തായിരിക്കും? അത് സ്റ്റാർ ടോപ്പോളജി യൂസ് ചെയ്തു. കാരണം എന്താണ്? ഹബിന്റെ സ്വിച്ചിന്റെ സ്പെസിഫിക്കേഷൻ എന്താണ്? നമുക്കാണെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണ്? നമുക്ക് എന്താണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? യെസ്, ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് ആണ്. ക്യാറ്റ് ഇസ് മോർ എഫിഷ്യൻ. നമ്മുടെ ഈ പറഞ്ഞ മറ്റുള്ള ടോപ്പോളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ എഫിഷ്യന്റ് ആണ്. പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റാളേഷൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് എന്താണ്? ഈ പറഞ്ഞ ഹബിന്റെ സ്വിച്ചിന്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് എന്താണ് വീണ്ടും ആഡ് ചെയ്യുകയോ കമ്പ്യൂട്ടേഴ്സിനെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫെയിലിയർ ഓഫ് ഹബ് അല്ലെങ്കിൽ സ്വിച്ച് ലീഡ് ചെയ്യുന്നതാണ് ഇന്റർനെറ്റ് ഫ്ലോട്ട് ഷട്ട് ഡൗൺ ആയി പോകുന്നുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് കേബിൾ ലെന്ത് മതി കേട്ടോ. കുറച്ച് കേബിൾ ലെന്ത് കൂടുതൽ ആർക്ക് വേണം? ഈ പറഞ്ഞ ബെസ്റ്റ് ടോപ്പോളജി കമ്പയർ ചെയ്യുമ്പോൾ ആവശ്യമുണ്ട് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ അതൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്. ഓക്കെ. നെക്സ്റ്റ് ഡിഫൈൻ ഇ ലേണിംഗ്. എന്താണ് ഇ ലേണിംഗ്? അഥവാ നമ്മുടെ ആണെങ്കിൽ ICT ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻവോൾവ് ചെയ്യുന്നതാണ് മക്കളെ എന്ത് പറഞ്ഞ ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇ ലേണിംഗിന്റെ അഡ്വാൻറ്റേജ് ചോദിച്ചേട്ടോ. എന്താണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്? ICT ആണെങ്കിൽ ICT ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ആണെങ്കിൽ എഡ്യൂക്കേഷനിലാണെങ്കിൽ
വർക്ക് ചെയ്യുക. അതിന്റെ യൂസിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ. ഇ ലേണിംഗ് ടൂൾസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇ ബുക്സ് റീഡർ, ഇ ടെക്സ്റ്റ്, ഓൺലൈൻ ചാറ്റ്, ദെൻ ഇ കണ്ടന്റ്, എഡ്യൂക്കേഷൻ TV ചാനൽസ് അല്ലേ. പിന്നെ എന്താണ് മക്കളെ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇ ലേണേഴ്സ് നമുക്ക് ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് സബ്ജക്റ്റ് എന്നാണ്, ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനൊക്കെ എന്താ കൂടുതൽ ദൂരത്ത് നമുക്കാണ് ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്കാം, നമ്മുടെ ആണെങ്കിൽ ഈ പറഞ്ഞ ഈ ലേണിങ്ങിന്റെ കോഴ്സ് ഫീ ഒക്കെ എന്താണ് വളരെ കുറച്ച് പൈസകളായിരിക്കും കോസ്റ്റ് വരുന്നത്, വളരെ കൂടുതലൊന്നും അല്ല, തുച്ഛമായിട്ടുള്ള പൈസ വരുന്നുള്ളൂ. ജസ്റ്റ് പീപ്പിൾ വിത്ത് ലിമിറ്റഡ് ഫിനാൻഷ്യൽ, കാരണം കുറച്ച് ഫിനാൻഷ്യൽ റിസോഴ്സ് ഉള്ള ആൾക്കാർക്ക് എന്തുവാ വെരി മച്ചായിട്ട് കുറെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഐറ്റമാണ് ഈ പറഞ്ഞ ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇറ്റ് പ്രൊവൈഡ്സ് ഫെസിലിറ്റി ടു ഡു ഓൺലൈൻ കോഴ്സ് ഒക്കെ പ്രൊവൈഡ്, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ കോഴ്സ് ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് പറ്റുന്ന ഒരു ഐറ്റമാണ് നമുക്ക് എന്ത് ഈ പറഞ്ഞുള്ള ഇ ലേണിംഗ്. പിന്നെ നമ്മൾ ഒരു ടൈമോ പ്ലേസ് ഒന്നാണ് കൺസ്റ്റന്റ് അല്ല ഇ ലേണിംഗ് കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്. ഓക്കെ, നെക്സ്റ്റ് ഡിഫൈൻ ഇ വേസ്റ്റ് എന്നാണ്. ഡിഫൈൻ ഇ വേസ്റ്റ്. യെസ്, ഡിഫൈൻ ഇ വേസ്റ്റ്. ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്കാർഡഡ് ഫോം ഓഫ് ഇലക്ട്രോണിക് എന്നാണ്, ഇലക്ട്രോണിക് കമ്പോണൻസ് അല്ലേ. ആ ഇലക്ട്രോണിക് ഡിവൈസസിന്റെ ഒക്കെ ആണെങ്കിൽ ഡിസ്കാർഡഡ് ഫോമിൽ വിളിക്കുന്ന പേരാണ് ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ, ടെലിവിഷൻ, അതിന്റെ ഡിസ്കാർഡഡ് ഫോം ആണ് ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഇ വേസ്റ്റ് എന്നാണ്, അതിന്റെ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ഒക്കെയാണ്. ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് എന്താണ്, ഇൻസിനറേഷൻ, ലാൻഡ് ഫില്ലിങ്, എന്താണ് പിന്നെന്താണ് റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ്, റീയൂസ്, ഇതൊക്കെ തന്നെ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ആണ്. നെക്സ്റ്റ് നെയിം എനി 2 ടോക്സിക് മെത്തേഡ് എന്നാണ്. 2 കെമിക്കൽ കണ്ടെയ്ൻ എന്നാണ് ഈ പറഞ്ഞ 2 കെമിക്കൽ കണ്ടെയ്ൻസ് ആയിക്കടാ എന്താണ് ലെഡ് എന്നാണ്. ലെഡ്, കാഡ്മിയം ഒക്കെ എന്താണ് ഇതിന് എക്സാമ്പിൾസ് കേട്ടോ, ലെഡ്, കാഡ്മിയം ഒക്കെ. ഓക്കെ, സെറ്റ് അല്ലേ? നെക്സ്റ്റ് എ വേരിയബിൾ ആണ്. ഇവിടെ ഒക്കെ എ വേരിയബിൾ അസോസിയേറ്റ് വിത്ത് 2 വാല്യൂസ്. നമ്മളെ ഒരു വേരിയബിൾ അസോസിയേറ്റ് 2 വാല്യൂസ് ഒക്കെയാണ്. ഫസ്റ്റ് വൺ എന്താണ് എൽ വാല്യൂ. എന്താണ് എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ, എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മെമ്മറി അഡ്രസ്. എന്താണ് അപ്പോൾ ആർ വാല്യൂ എന്ന് പറഞ്ഞാൽ കണ്ടന്റ്. നെക്സ്റ്റ് നോക്കാം, ഡിഫയർ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ. ഓക്കെ, വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ജസ്റ്റ് എന്താണ് എക്സാമ്പിൾ ഇട്ട് പറയുക. ഒന്നുമില്ല, ഡേറ്റ ടൈപ്പ് വേരിയബിൾ ഈസ് ഈക്വൽ ടു വാല്യൂ അവിടെ അസൈൻ ചെയ്യും അല്ലേ, സെമിക്കോളൻ. എക്സാമ്പിൾ പറയുകയാണ് ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അവിടെ അസൈൻ ചെയ്ത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം, വാട്ട് യു മീൻ ബൈ ഗാർബേജ് വാല്യൂസ് എന്നാണ്. ഗാർബേജ് വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഈ പറഞ്ഞ എക്സിക്യൂഷൻ ടൈമിലാണെങ്കിൽ അവിടെ എന്താണ് അവിടെ വേക്കൻറ്റ് സ്പേസ്, അവിടെ മെമ്മറി അൺയൂസ് ആയി പോകുമ്പോൾ അവിടെ നിന്നാണ് ഓട്ടോമാറ്റിക്കലി കയറുന്ന ഒരു വാല്യൂസ് നമുക്ക് എന്ത് ഗാർബേജ് വാല്യൂസ് കേട്ടോ. ഓക്കെ, യെസ്. ഡിഫൈൻ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ. എന്താണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന സെറ്റ് ഓഫ് റൂൾസ്. നമ്മുടെ ആണെങ്കിൽ ഈ പറഞ്ഞ നെറ്റ്വർക്ക് കണക്ഷനിൽ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് റൂൾസിനെ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ആ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നെറ്റ്വർക്ക് പ്രോട്ടോകോളിനകത്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നെറ്റ്വർക്ക് പ്രോട്ടോകോൾ TCP IP പ്രോട്ടോകോൾ എന്താണ്, HTTP എന്താണ്, MAC എന്താണ്, അതാണ് ചോദിക്കുന്നത് അല്ലേ. ഇവിടെ വെക്കാം നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ്. നമുക്ക് നെറ്റ്വർക്കിലാണെങ്കിൽ നെറ്റ്വർക്ക് ഡിവൈസിലാണെങ്കിൽ നമുക്ക് എന്താണ് ഡേറ്റ ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണെന്ത് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഒന്ന് TCP IP പ്രോട്ടോകോൾ എന്ന് വിളിക്കും. അതിൽ ഫസ്റ്റ് ആണ് എന്താണ് TCP IP പ്രോട്ടോകോളിന്റെ ഫുൾ ഫോം എന്താണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് വിളിക്കും. നമുക്ക് എന്തായിരിക്കും കുറെ ഡിവൈസ്, നമുക്ക് ഈ ലോക്കൽ നെറ്റ്വർക്കിലും അതിന് ഇന്റർനെറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഡിവൈസിനെ ഇന്റർകണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് ഈ പറഞ്ഞ TCP IP പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഇത് TCP ആണ് എന്ത് ചെയ്യണം, ആദ്യം ഈ ഡേറ്റ ആണെങ്കിൽ ബ്രോക്കൺ ചെയ്തിട്ട് സ്മോൾ പാക്കറ്റ് ആക്കും, എന്നിട്ടാണെങ്കിൽ TCP എന്ത് ചെയ്യണം സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം ഈ പറഞ്ഞ HTTP, FTP, DNS ഒക്കെയാണ് TCP IP പ്രോട്ടോകോളിലെ സബ് പ്രോട്ടോകോൾസ് കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് HTTP എന്നാണ്. HTTP അഥവാ HTTP ഫുൾ ഫോം എന്നാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നമ്മുടെ ആണെങ്കിൽ ഈ പറഞ്ഞ ക്ലയന്റ് സൈഡിൽ നിന്ന് സർവർ സൈഡിലോട്ടാണെങ്കിൽ ഡേറ്റാസിനെ കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളാണ് HTTP എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് HTTP എന്ന് പറഞ്ഞാൽ, HTTPയുടെ റിക്വസ്റ്റിനെയും റെസ്പോൺസിനെയും വിളിക്കുന്ന പേരാണെന്ത് HTTP സെഷൻ. HTTPയുടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ക്ലയന്റ് സൈഡിൽ നിന്ന് സർവർ സൈഡിലൂടെ റിക്വസ്റ്റ് കൊടുക്കണം, അതിനെന്ത് വിളിക്കാം HTTP റിക്വസ്റ്റ് എന്ന് വിളിക്കാം. HTTP ഈ പറഞ്ഞ റെസ്പോൺസ് പറഞ്ഞാൽ അതിനെ തിരിച്ചുന്ന റെസ്പോൺസ് ആണെന്ത് HTTP റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ആ പേരിനെ എന്ത് വിളിക്കാം HTTP സെഷൻ എന്ന് വിളിക്കാൻ പറ്റും കേട്ടോ. യെസ്, അപ്പോൾ HTTP ട്രാൻസ്മിഷൻ നമുക്ക് ഈ പറഞ്ഞ ഒരു മീഡിയം ഇൻഡിപെൻഡന്റ് ആണ്. ഇതൊരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ കേട്ടോ. ഇത് ഓർത്തിരിക്കുക, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ.
ഓക്കെ 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 ഓക്കെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പഠിച്ചിട്ട് അതൊക്കെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരിക്കലും മിസ്സാക്കല്ലേ ആ ക്വസ്റ്റ്യൻസ് ഒന്നും. യെസ്. ഓക്കെ. നെക്സ്റ്റ് പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് ആൻഡ് എറേഴ്സ് കോൾഡ്. നമ്മുടെ പ്രോഗ്രാമിലെ എറേഴ്സിനെ ഡിറ്റക്ടിങ് കറക്റ്റിനെ വിളിക്കുന്ന പേരെന്തുവാ? ഡീബഗിങ് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം എനി 2 കീവേഡ്സ് ഇൻ C++. C++ 2 കീവേഡ്സിനെ എക്സാമ്പിൾ റൈറ്റ് ചെയ്യാൻ enum ഉണ്ട്, for ഉണ്ട്, while ഉണ്ട്, do ഉണ്ട്. ഓക്കെ, ഏതെങ്കിലുമൊക്കെ ഒരു കീവേഡ് എഴുതി വെക്കാം കേട്ടോ. if ഉണ്ട്, else ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഒരിക്കലും ക്യാപിറ്റൽ എഴുതി വെക്കല്ല കേട്ടോ, തെറ്റായി കേട്ടോ. ക്യാപിറ്റൽ എഴുതി വെക്കല്ല, തെറ്റാണ്. സ്മോൾ ലെറ്റേഴ്സ് എഴുതാവുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് the memory size required for void data type. Void data type memory size 0 byte. Okay. Next, rewrite the expression a is equal to a plus 1 using arithmetic assignment operator. Arithmetic assignment operator rewrite a is equal to a plus 1 a plus equal to 1. Then a is equal to a minus 1 anagilo a minus equal to 1. Okay, note. ഇങ്ങനെയാണെങ്കിലോ a is equal to a plus 4 എന്ന് എടുത്താലോ? a plus equal to 4 ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് ദ ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ ഈക്വലന്റ് ഓഫ് 1001111 ബേസ് 2. എന്ത് വരികടാ? ഇവിടെ വെക്കാം 10111. ഇവിടെ വെക്കാം. ഞാനിവിടെ ഒക്ടൽ ഈക്വലന്റ് പറയുകയാണ്. 3 ബിറ്റായിട്ട് പേര്. ഇതൊരു ബിറ്റ്, ഇതൊരു പേര്, ഇത് 1 2, ഒരു സീറോയുടെ ആഡ് ചെയ്ത് 3 പേര് അല്ലേ. ഇവിടെ വെക്കാം 4 to 1 മെത്തേഡ് നോക്കുകയാണ്. 0 1 0 നോക്കാം. 2 111 എന്ത് വരിക? 4 2 6 6 1 7. അപ്പോൾ 27 ബേസ് 8. നെക്സ്റ്റ് വീണ്ടും എടുത്ത് നോക്കാം. വീണ്ടും അതിന്റെ എക്സാഡെസിമലിലേക്ക് നോക്കാം. 1010. ഓക്കെ, 4 ബിറ്റായിട്ട് വരെ 1 2 3 4 ഒരു പേര്. ദെൻ 1 ഒരു ബിറ്റ് ആളല്ല, അപ്പോൾ 3 സീറോയുടെ ആഡ് ചെയ്തു. നോക്കാം എന്ത് നോക്കാം? 8421 നോക്കാം. 0 0 0 1 എന്ത് വരിക? 1 0 111 എന്ത് വരിക? 7. അപ്പോൾ 17 ബേസ് 60. ഓക്കെ, നെക്സ്റ്റ് റീഡ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട് ബൈ കറക്റ്റിംഗ് മിസ്റ്റേക്സ്. ഇവിടെ വെക്കാം. ഈ മിസ്റ്റേക്സ് കറക്റ്റ് ആയിട്ടാണെങ്കിൽ ഇതിനെ റീറൈറ്റ് ചെയ്യുക. ഇവിടെ വെക്കാം. സ്റ്റാർട്ടിൽ നമുക്ക് എലിപ്സ് ആണ് അല്ലേ, എലിപ്സ് ആണ്. നെക്സ്റ്റ് റീഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് ആട്ടോ. അപ്പൊ ഇൻപുട്ട് പാരലോഗ്രാം ആയിരിക്കും. നെക്സ്റ്റ് m is equal to n into n. m is equal to n എന്ന് പറഞ്ഞാൽ ഇവിടെ നടുക്ക് ഒരു ഈക്വൽ ടു ആണ്. അപ്പൊ അത് റെക്ടാങ്കിൾ ആണ് കേട്ടോ. ഒരു ഈക്വൽ ടു വരുവാണെങ്കിൽ റെക്ടാങ്കിൾ ആയിരിക്കും, അതിൽ മാറ്റൂല കേട്ടോ. യെസ്, അപ്പോൾ n is equal to n into n. നെക്സ്റ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ അത് പാരലോഗ്രാം തന്നെ, അത് മാറ്റമൊന്നുമില്ല, അത് തന്നെ കേട്ടോ. പ്രിന്റ് m. നെക്സ്റ്റ് സ്റ്റോപ്പ്. ഓക്കെ, നെക്സ്റ്റ് മക്കൾ എന്താണ്? ഇവിടെ ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻറ്റു വാലിഡ് ആൻഡ് ഇൻവാലിഡ് ലെറ്റേഴ്സ്. ഗിവ് ദ റീസൺ ഫോർ ഇൻവാലിഡ് കേട്ടോ. ഇവിടെ 33,00 എന്തായിരിക്കും? ഇത് ഇൻവാലിഡ്. കാര്യം എന്താണ്? കോമ പറ്റത്തില്ല, കോമ ഇവിടെ അല്ല. പ്ലസ് 410 പോയിന്റ് കഴിഞ്ഞ് ഇവിടെ നമ്പർ വന്നേപ്പോണ്ടോ? ഇല്ല, ഇതും അലോഡല്ല. നെക്സ്റ്റ് വെക്കാം. നെക്സ്റ്റ് 5.6e. സോറി, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്പർ, ഇവിടെ പോയിന്റ്, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ വെക്കാം 5 പ്ലസ് 410 ഇത് അലോഡാട്ടോ. ഇത് അലോഡാ, കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് വെക്കാം 5.6e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.6e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോണന്റ് വാല്യൂ ഉണ്ട് മക്കളെ. ഇവിടെ 5.6e -2 ഇങ്ങനെ എക്സ്പോണന്റ് വാല്യൂ ഇവിടെ പറഞ്ഞത്. ഇത് മാൻഡിസ പാർട്ടി, ഇത് എക്സ്പോണന്റ് വാല്യൂ അല്ലേ. അപ്പോൾ എക്സ്പോണന്റ് വാല്യൂ ഇവിടെ ഒന്ന് ഒന്നേ പോലെ എക്സ്പോണന്റ് വാല്യൂ ഉണ്ട്. അവിടെ ഇ ഇട്ടുണ്ടെങ്കിൽ അവിടെ എക്സ്പോണന്റ് വാല്യൂ പറയണം കേട്ടോ. അപ്പോൾ ഇത് ഇൻവാലിഡ് ആണ്. നെക്സ്റ്റ് 82 വാലിഡ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് a is equal to 5, b is equal to 2. Find the result of the following expression. a കരുത്താൻ b എന്തുകൂടെ ട്രൂ ആണ്. 5 2 വലുതാണ്, ട്രൂ ആണ്. നെക്സ്റ്റ് a നോട്ട് ഈക്വൽ ടു b. 5 2 നോട്ട് ഈക്വൽ ആണോ? 5 2 നോട്ട് ഈക്വൽ ആണ്, ട്രൂ ആണ് അല്ലേ. നെക്സ്റ്റ് b കരുത്താൻ ഈ പറഞ്ഞ 2 5 വലുതാണോ? അല്ല, ഫോൾസ് ആണ്. അപ്പൊ ഈ ആൻഡിന് അപ്പുറം ഇപ്പോൾ ഒരു കണ്ടീഷൻ ഫോൾസ് ആണ്. റിസൾട്ട് എന്തായിരിക്കും? ഓൾസോ ഫോൾസ്. ഓക്കെ, നെക്സ്റ്റ് 2 ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെ ഉണ്ടാ? ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആണ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. സി ഇന്നാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് അല്ലേ. ദെൻ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്.
സി ഔട്ട്. യെസ്. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. അസൈൻമെന്റ് ഇല്ല, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. എന്തുകൊണ്ട് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്? എ ഒരു വാല്യൂനെ അസൈൻ ചെയ്യാം, ഒരു വേരിയബിളിനെ അസൈൻ ചെയ്യാം, ഒരു എക്സ്പ്രഷൻ എന്താണ് നമുക്ക് ഒരു എക്സ്പ്രഷൻ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇത് 2 മാർക്കിന് സെപ്പറേറ്റ് ഇട്ട് വയ്ക്കുക. ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. എന്താണ് ഡേറ്റ ടൈപ്പ് വേരിയബിൾ 1, വേരിയബിൾ 2 എക്സെട്ര സെമിക്കോളൻ. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് a, b, c. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റൈറ്റ് ദ ഇക്വലന്റ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഫോർ ദി ഫോളോയിങ്. ഇതിന്റെ ഇക്വലന്റ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ചെയ്യുക. ഇവിടെ നോക്കാം. ഇഫ് CH is equal to P, CH is equal to P, CH is equal to P എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം. ഇതിന്റെ ഇക്വലന്റ് സ്വിച്ച് റൈറ്റ് ചെയ്യുക. ആദ്യം സ്വിച്ച് റൈറ്റ് ചെയ്തിട്ട് ബ്രാക്കറ്റിന്റെ കോമൺ വേരിയബിൾ നമ്മൾ CH ഇടാം. അത് ബ്രാക്കറ്റ് എഴുതുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് സ്വിച്ച് കേസ് ഫസ്റ്റ് CHന്റെ ഫസ്റ്റ് വാല്യൂ P. അപ്പോൾ കേസ് P. C ഔട്ട് എന്താണ്? പാസ്. then break, then case F, case F, C out failed, break, close. Okay, നെക്സ്റ്റ് എന്താണ് ഡിഫൈൻ ദ ടേംസ് ഗിവൺ ബിലോ? ബാൻഡ് വിഡ്ത്ത് ആൻഡ് നോയ്സ്. എന്താണ് ബാൻഡ് വിഡ്ത്ത്, എന്താണ് നോയ്സ് എന്ന് പറഞ്ഞാൽ? ബാൻഡ് വിഡ്ത്ത് എന്താണ്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബാൻഡ് വിഡ്ത്ത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എമൗണ്ട് ഓഫ് ഡേറ്റ അല്ലേ, നമ്മുടെ ആണെങ്കിൽ ഒരു സ്പെസിഫിക് കണക്ഷൻ അക്രോസ് ആയിട്ട് പോകുന്ന എമൗണ്ട് ഓഫ് ഡേറ്റയാണിത് ബാൻഡ് വിഡ്ത്ത്. എന്താണ് നോയ്സ് എന്ന് പറയുന്നത്? നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോ മാഗ്നറ്റിക്കൽ സിഗ്നൽ ആണെന്ത് നമ്മുടെ ആണെങ്കിൽ നോയ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഡേറ്റ സിഗ്നൽസിന്റെ എനർജിയെ ലോസ് ആക്കുന്ന അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽസിനെ വിളിക്കുന്ന പേരാണ് നോയ്സ് എന്ന് പറഞ്ഞിട്ട് ഓർത്തിരിക്കുക. യെസ് 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 യെസ്. നെക്സ്റ്റ് റൈറ്റ് ഇനി 4 ബേസിക് എലമെന്റ്സ് ഓഫ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എലമെന്റ്സ് ഏക്കട. സെൻഡർ, റിസീവർ, മെസ്സേജ്, ട്രാൻസ്മിഷൻ മീഡിയം അല്ലേ. ട്രാൻസ്മിഷൻ മീഡിയം വേറെ റൈറ്റഡ് ഉണ്ട്. പ്രോട്ടോകോൾ. ഇത് 4 നമ്മൾ ഈ പറഞ്ഞ ബേസിക് എലമെന്റ്സ് ഓഫ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ. ഓർത്തിരിക്കണേ കേട്ടോ, ഓർത്തിരിക്കണേ. നെക്സ്റ്റ് ഇലക്ട്രോണിക് പേയ്മെന്റ് അഥവാ EPSന്റെ അഡ്വാൻറ്റേജ് ഏകട. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ആണ്. ഇതാണ് സെക്യൂർ ട്രാൻസ്ഫർ. ഇതാണ് സ്പീഡ് ട്രാൻസ്ഫർ അല്ലേ, സ്പീഡ് ട്രാൻസ്ഫർ. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ് ഓഫ് EPS കേട്ടോ. നെക്സ്റ്റ് വെക്കാം. കൺസിഡർ ദി ഫോളോയിങ് ഡയഗ്രാം, ആൻസർ ദി ക്വസ്റ്റ്യൻ. ഇവിടെ വെക്കാം നമ്പർ 3000, 3004, 105. ഇവിടെ വെക്കാം റൈറ്റ് ദി ബേസ് അഡ്രസ് L വാല്യൂ, R വാല്യൂ. ഇവിടെ വെക്കാം L വാല്യൂ മക്കളെ നേരത്തെ L വാല്യൂ മക്കളെ എന്താണ് ബേസ് അഡ്രസ് എന്നാണ് പറയുന്നത്. ബേസ് അഡ്രസ് എന്താണ് 3000 ഉണ്ട്. ഫസ്റ്റ് അഡ്രസ് നോക്കിയാൽ 3000. അപ്പോൾ ബേസ് അഡ്രസ് പറഞ്ഞില്ലേ ബേസ് അഡ്രസ് കൊടുത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് 3-4 അഡ്രസ്, ഇനി 3-4 അഡ്രസ് വരണമെങ്കിൽ ഫസ്റ്റ് അഡ്രസ് കൊടുത്താൽ മതി. ഏത് ഫസ്റ്റ് കിടക്കുന്നതാണ് അതാണ് അഡ്രസ് കേട്ടോ. നെക്സ്റ്റ് വെക്കാം R വാല്യൂ എന്താടാ 105. അഥവാ ഇതിനകത്തുള്ള കണ്ടന്റ് ആണിത് R വാല്യൂ. ഇതെന്താണ് നം എന്തുവാണ്? അത് നം എന്ന് പറഞ്ഞതാണ്. നം എന്ന് പറഞ്ഞാൽ മെമ്മറി അഥവാ വേരിയബിൾ നെയിം ആണിത് നം കേട്ടോ. വേരിയബിൾ നെയിം ആണ്. അഥവാ നമ്മുടെ വേരിയബിളിന് 3 പാർട്സ് ഉണ്ട്. മെമ്മറി അഡ്രസ് L വാല്യൂ, ദെൻ ഈ പറഞ്ഞ കണ്ടന്റ് L വാല്യൂ, ദെൻ വേരിയബിൾ നെയിം, ഈ നെയിം കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഐഡന്റിഫൈ ഉള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്, ഒരിക്കലും മിസ്സാക്കല്ലേ. ഓക്കെ. നെക്സ്റ്റ് റൈറ്റ് എ ഷോർട്ട് നോട്ട് പ്രീ പ്രോസസ് ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ കമ്പൈലറിനാണെങ്കിൽ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറഞ്ഞ പ്രീ പ്രോസസ് ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഹെഡർ ഫയൽ എന്ന് പറയുന്നത്? ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഗ്രാമിലുള്ള ഫയൽസ് അഥവാ നമ്മുടെ ആണെങ്കിൽ പ്രീ ഡിഫൈൻ ഡേറ്റ ടൈപ്സ് ഫംഗ്ഷൻസിന്റെ ഒക്കെ ഇൻഫർമേഷൻ അടങ്ങുന്ന ഒരു ഫയലാണ് ഹെഡർ ഫയൽ. നെക്സ്റ്റ് എന്താണ് മെയിൻ ഫംഗ്ഷൻ? മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? മെയിൻ ഫംഗ്ഷനിലായിരിക്കും. ഓക്കെ, യെസ്. ഓക്കെ, സെറ്റ് അല്ലേ?
നെക്സ്റ്റ് വാട്ട് ഈസ് ടൈപ്പ് മോഡിഫയേഴ്സ്. നമ്മുടെ ഡെറിവേറ്റീവ് ടൈപ്പിനാണെങ്കിൽ മറ്റൊരു ടൈപ്പിലോട്ട് ഓൾട്ടർ ചെയ്യാം. ഡെറിവേറ്റീവ് ടൈപ്പിന്റെ സൈസ് ഓൾട്ടർ ചെയ്യുന്ന ഒരു കീവേഡ്സ് ആണ് ടൈപ്പ് മോഡിഫയേഴ്സ്. ഡെറിവേറ്റീവ് ടൈപ്പ് മോഡിഫയേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ എന്താണ്? ഷോർട്ട്, ലോങ്, അൺസൈൻഡ്, സൈൻഡ്. ഓക്കെ. നെക്സ്റ്റ് റൈറ്റ് എ C++ പ്രോഗ്രാം ടു ചെക്ക് വെദർ ദ നമ്പർ ഈസ് പോസിറ്റീവ്, നെഗറ്റീവ്, 0. ഞാൻ മെയിൻ ആവശ്യമുള്ള IO സ്ട്രീം യൂസ് ചെയ്യുന്ന സ്റ്റഡി ഇന്ത്യ മരുന്ന് എഴുതുന്നില്ല. ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യട്ടോ, അത് നിങ്ങൾ റൈറ്റ് ചെയ്യുന്നു കേട്ടോ. ഇവിടെ വെക്കാം. ഫസ്റ്റ് ഇൻഡ് ഒരു നമ്പർ മാത്രം ഇൻപുട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് CO ആവശ്യമുള്ള IO സ്ട്രീം എഴുതിക്കണം കേട്ടോ. എൻ്റർ എ നമ്പർ, ഒരു നമ്പർ ഇൻപുട്ട് കൊടുത്തു. C in നമ്പർ കേട്ടോ. ദെൻ ഇഫ് num greater than 0, CO positive. else if num less than 0, ഇതായിരിക്കും CO negative. Then else CO 0. നമ്പർ 0-നേക്കാളും വലുതും അല്ല ചെറുതും അല്ലെങ്കിൽ എന്തായിരിക്കും? CO 0 ആയിരിക്കും അല്ലേ? യെസ്, 0. റിട്ടേൺ 0. ക്ലോസ്. വെരി ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. കമ്പയർ ഡയലപ്പ് കണക്ഷൻ ആൻഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ. ഡയലപ്പ് കണക്ഷനും ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഡിഫറൻസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഡയലപ്പ് കണക്ഷൻ, ബ്രോഡ്ബാൻഡ് കണക്ഷൻ കേട്ടോ. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ വരാറുണ്ട്. ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചിരിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ബോക്സ് തന്നെയാണ്. സ്ലോ കണക്ഷൻ ആയിരിക്കും. സ്പീഡ് നമുക്ക് 56 kb/s സ്പീഡിലായിരിക്കും. ഇത് ഹൈ സ്പീഡ് കണക്ഷൻ ആയിരിക്കും. യൂഷ്വലി നമ്മൾ 256 kb/s സ്പീഡിൽ പോകാറുണ്ട്. ഇതിൻ്റെ നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഡയലപ്പ് കണക്ഷൻ നമുക്ക് ഈ IS സ്പീഡിൽ കണക്ട് ചെയ്യാൻ ചെയ്യേണ്ട നമുക്കാണെങ്കിൽ ഡയൽ ചെയ്യേണ്ടി വരും. ഇത് ഓൾവേസ് ഓൺ കണക്ഷൻ ആയിരിക്കും. ഇതാണ് ടെലിഫോൺ ലൈൻ എക്സ്ക്ലൂസീവ്ലി യൂസ് ചെയ്യണം. പക്ഷേ ഇവിടെ എന്താണ് വോയിസ് ഇന്റർനെറ്റും സൈമിൾട്ടേനിയസ്ലി എന്താണ് യൂസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഇവിടെ ഡയലപ്പ് മോഡ് യൂസ് ചെയ്യും, ഇവിടെ ബ്രോഡ്ബാൻഡ് മോഡ് യൂസ് ചെയ്യട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിരിക്കുക. ഷുവറായിട്ട് നിങ്ങളുടെ ഒരു 55 തൊട്ട് 57 വരെ, ചുമ്മാ എന്ന് പറയുക 57 വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്ത് മക്കളെ, അപ്പോൾ നിങ്ങൾ ഇത് മാത്രം കണ്ടാൽ പോരാ. സൂപ്പർ 60 ലൈവ് കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അതും ജസ്റ്റ് കാണുക. അതിനകത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതിലൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഹയർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഹയറും കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ബൂസ്റ്റർ ഡോസിൽ വരുന്നുണ്ട്. ബൂസ്റ്റർ ഡോസ് മിസ്സാക്കല്, ഒരു ലൈവുകളും നിങ്ങൾ മിസ്സാക്കല്, ഒരു കണ്ടന്റ് വീഡിയോസ്, ഒരു ലൈവുകളോ നിങ്ങൾ ഒരു സൈലത്തിൻ്റെ ഒന്നും മിസ്സാക്കല്. സോ എല്ലാ ലൈവിലും കാണുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ബൈ.